നമസ്കാരം, മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേറി പോന്നോളി. മ്യൂസിക് കൊണ്ട് ശശിയണ്ണ ഇതിലേ ഇതിലേ തരുരണ്ണ ഇതിലേ ഇതിലേ പാർട്ടിയ പീസിൽ ഇരുന്നോണ്ടങ്ങനെ മടി വിളിക്കുന്നു വരുകില്ലേ ശശിയണ്ണ ഇതിലേ ഇതിലേ. ഇതിലേ എന്ന് പറഞ്ഞ് തരൂരിനെ ചൂണ്ടയിട്ട് ഇടതുകക്ഷം. കേരളത്തിൽ വികസന കുതിപ്പെന്ന് നാവിൽ ഗുളികം കയറിയ നേരത്ത് അരൂരൊന്ന് ഗീച്ചി. അന്ന് ശശിയണ്ണന്റെ വാലെ തൂങ്ങിയതാ സഖാക്കൾ ഇതുവരെ പിടുത്തം വിട്ടിട്ടില്ല. ഇപ്പോൾ DYFI നടത്തുന്ന സ്റ്റാർട്ടപ്പ് പരിപാടിക്ക് മുഖ്യ അതിഥിയായി തരൂരിനെ ക്ഷണിച്ച് സഖാക്കൾ. ലേ തരൂർ, മതിയായില്ല അല്ലേ നിനക്കൊന്നും? ലേലു എന്നെ വെറുതെ വിടുന്ന തരൂർ. രാജസ്ഥാനിലെ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടാനുണ്ടെന്നും പറഞ്ഞ് തരൂര് നൈസ സ്കൂട്ടായി. തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന മഫാസോ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് തരൂരിനെ ദില്ലിയിലെ വീട്ടിലെത്തിയാണ് DYFI നേതാക്കൾ ക്ഷണിച്ചത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഫെസ്റ്റിവലിൽ മുഖ്യ പ്രഭാഷകനാകാനായിരുന്നു ക്ഷണം. സൂറത്തിൽ വേറെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതിനാൽ എത്താനാകില്ലെന്ന് തരൂർ. പരിപാടിക്ക് ഞാനില്ല, പ്രോഗ്രാം ഞഞ്ഞായി വരട്ടെ എന്ന് തരൂര് കീച്ചി. മതി, ഇത് മതി, ഈ വാക്ക് മതി. ആശംസ അറിയിച്ച തരൂരണ്ണനെ വെച്ച് കൂറ്റൻ ഫ്ലെക്സ് അടിച്ച് AA റഹീമ. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ റഹീമിനേക്കാൾ കേമൻ മറ്റാരുണ്ട്? ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നീലപ്പെട്ടി പൊട്ടിക്കാൻ വന്നപ്പോൾ കണ്ടതാ. പിന്നെ ദിപ്പഴാ റഹീമിക്കാനെ ഒന്ന് കാണുന്നത്. തൊറ ഷാനിമോൾ ഉസ്മാനെ കഥകന്ന് കീച്ചി ചെന്നിട്ട് ഷാനിമോൾ എടുത്തിട്ട് ആട്ടിയപ്പോ വന്ന വഴി ഡൽഹിക്ക് പറന്നു പോയതാ ആ മനുഷ്യൻ. പോയ വഴിക്ക് പുല്ലുപോലും മുളച്ചിട്ടില്ല. കിട്ടിയതൊന്നും പോരാഞ്ഞ് വീണ്ടും തരൂരിനെ കറക്കിയെടുക്കാൻ അവതരിച്ചിരിക്കുകയാണ് റഹീമിക്ക. തരൂരിനെ ക്ഷണിക്കാൻ പോയ ചിത്രം ഫേസ്ബുക്കിൽ തള്ളി ശശിയണ്ണനെ പൊക്കിയടിച്ച് 2 കീച്ചും കീച്ചിട്ടുണ്ട് റഹീമിക്ക. സംഭവം കയറി കത്തി ശശി വീണ്ടും സോമനായി. തരൂരിന് ചോറ് വലതിലും കൂറിടതിലുമാണെന്ന് ഇടഞ്ഞിരിക്കുകയാണ് കോൺഗ്രസുകാർ. പക്ഷേ റഹീമിക്ക, അറിവിന്റെ നിറകുടമായ നിങ്ങളുടെ ഗോവിന്ദമാഷിനെ വിട്ട് എന്തിനടേ നിങ്ങൾ പരിപാടി ഉദ്ഘാടിക്കാൻ തരൂരിന്റെ പിന്നാലെ നടക്കുന്നത്? AI മൂത്താൽ സോഷ്യലിസമാണെന്ന് കീച്ചിയ മഹാപണ്ഡിതനാണ് ഗോവിന്ദൻ. അതിനും മുകളിലാണോ ഈ തരൂര്? വികസന പരിപാടിക്ക് ക്ഷണിക്കാൻ പോലും കൊള്ളാവുന്ന ഒരുത്തൻ സ്വന്തം പാർട്ടിയിൽ ഇല്ലല്ലയോ? അതിനും കോൺഗ്രസുകാരൻ വേണം. ആ ചിന്താ ജെറോമിനെ എങ്ങാനും വിളിക്ക്. അമ്മയുടെ ജിമിക്കിങ് കമ്മൽ വിപ്ലവം അത്ര ചെറുതാണോ സഖാക്കളെ? വിത്ത് വയ്ക്കാതെ കൊല വെട്ടുന്ന സ്റ്റാർട്ടപ്പിന് സേച്ച് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയേക്കും. കേരളത്തിൽ വികസന കുതിപ്പ് ഡയലോഗ് അടിച്ച തരൂരാണ് AKG ഇല്ലത്തിന്റെ ഐശ്വര്യമെന്ന് ബോർഡും വെച്ച് തരൂരിനായി ഇല്ലത്തിന്റെ വാതിലും തുറന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് സഖാക്കൾ. തരൂർ ഇടതിലേക്ക് ചാഞ്ഞാൽ മൂടോടെ പിഴുത് AKG സെന്ററിൽ നടാനാണ് പ്ലാൻ. വേരോടെ ഞാൻ പറിച്ചോളാന്ന് റഹീം ഹിക്ക. മിഷൻ തരൂരുമായി ഇറങ്ങിയേക്കുകയാണ് ഹിക്ക. ബട്ട് അത് നമ്മൾ ചോദിച്ചാലോ അവർ സമ്മതിച്ച് തരൂല്ല. വന്നിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു ഞങ്ങളെ. ഇത് ഒരു ഇതിനെ യഥാർത്ഥത്തിൽ ധനസുമോദ് മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഇതിനെ കലക്കവെള്ളമായി കാണുന്നത്? അത് പിന്നെ ഹിക്ക പറയേണ്ട കാര്യമുണ്ടോ? ഇത് കുളം കലക്കാൻ അണ്ണൻ ബെസ്റ്റ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ? പിന്നെ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോടെ മക്കൾ, അല്ലേ? സ്റ്റാർട്ടപ്പ് ഉദ്ഘാടനത്തിന് എന്തേ റഹീമിക്ക കോൺഗ്രസിലെ വേറെ നേതാക്കളെ നിങ്ങൾ വിളിക്കാത്തത്? വ്യവസായം ഭരിച്ച കോൺഗ്രസ് മന്ത്രിമാർ ഒക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിക്കായിരുന്നല്ലോ നിങ്ങൾക്ക്. ബട്ട് അവരെ വിളിക്കാതെ തരൂരിനെ തന്നെ വിളിച്ചത് വലത്തിലെ കുളം കലക്കാനാണെന്ന് ആർക്കാണ് അറിയാത്തത്? അതും പിണറായി കൂടി പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് തരൂരിനെ വിളിച്ചിരിക്കുന്നു. ഒരേ വേദിയിൽ 2 ആളെയും എത്തിച്ചാൽ ജിങ്കാല അല്ലയോ? പിണറായി 3.0യ്ക്ക് തരൂരിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് സഖാക്കൾ. കുളം കലക്കാൻ വന്ന AA റഹീമിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് കുടഞ്ഞു വിട്ടിട്ടുണ്ട്. മെട്രോയ്ക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ സമരങ്ങൾ, അതടക്കമുള്ള സമരങ്ങൾ നടത്തിയ രാജീവിനെ അവിടെ കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ? എന്റെ നെഞ്ചിലൂടെ വിമാനം പറന്നിറങ്ങും എന്ന് പറഞ്ഞ S ശർമ്മയെ കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ? ഈ എയർപോർട്ട് ഞാൻ തവിട് പൊടിയാക്കും എന്ന് പറഞ്ഞ് EP ജയരാജനെ നമുക്ക് കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ? എനിക്കതല്ല സംശയം. ഹിക്ക തന്നെ ആണോ ഇപ്പോഴും ഡിഫി കാരണവർ? യുവജന സംഘടനയ്ക്ക് പ്രായപരിധി ഒന്നും ഇല്ലേടേ? ഇത് കോമഡി അതല്ല. തരൂർ മുൻപ് മോദിയെ ഒന്ന് പുകഴ്ത്തിയാർന്ന്. അന്ന് തരൂർ സംഖ്യയെന്നും ചാണക സംഖ്യയെന്ന് കീച്ചിയ ടീംസ് ആണ്
തരൂർ സാറെന്ന് ഇപ്പോൾ മാറ്റി വിളിച്ചിരിക്കുന്നത്. ഡിഫിക്കാരോട് ഒന്നേ നമുക്ക് ചോദിക്കാനുള്ള, ഹൗ മെനി ഡാഡീസ് ഡു യു ഹാവ്? ഇവരുടെ ഡബിൾ ഡാഡി സിൻഡ്രത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ കാണാം.